വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞാൻ വന്നിരിക്കുന്നത് പീച്ചിങ്ങ ചേർത്തുണ്ടാക്കിയിട്ടുള്ള പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ടേസ്റ്റോട് കൂടി വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അതുപോലെ തന്നെ ചോറിനോടൊപ്പമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല കോംബോവും കൂടിയായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഉരുളി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് തുവരപ്പരിപ്പ് നല്ലതുപോലെ കഴുകിയത് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 100 ഗ്രാമോളം ഉണ്ടാവും. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള വറ്റൽമുളകിൻ്റെ പൊടിയാണ് ഈ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് അധികം ആയാലും കുഴപ്പമൊന്നുമില്ല. പീച്ചിങ്ങ കൂടെ ഇടുമ്പോൾ വെള്ളം കണക്കായിക്കോളൂ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇതുപോലെ വേവിച്ചെടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് കുക്കറിലും വേവിച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു കുക്കറിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലാണെങ്കിൽ വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 കപ്പ് പരിപ്പിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും. നിങ്ങൾ മൂടി വെച്ച് വേവിക്കുമ്പോഴും ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി വെള്ളമൊക്കെ കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പരിപ്പെടുത്ത് കഴിച്ച് നോക്കുമ്പോൾ എത്രത്തോളം വേവായെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ പരിപ്പ് ഒരു 1/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഈ സമയം ഞാനൊരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തക്കാളി വേവാനായിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനിതൊരു 3-4 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയൊക്കെ വെന്തുടയാനുള്ള പാകമായിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് 1/4 ഭാഗം വേവാകുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. പരിപ്പ് മുഴുവനായിട്ട് വേവാൻ വേണ്ടി കാത്തു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തക്കാളിയും പീച്ചിങ്ങൊക്കെ ചേർക്കുമ്പോൾ ഇതൊക്കെ വേവുന്ന സമയം കൊണ്ട് പരിപ്പ് ഓവറായിട്ട് വെന്ത് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് പീച്ചിങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പീച്ചിങ്ങയൊക്കെ കട്ട് ചെയ്യുമ്പോൾ അതിലെ ഉള്ളിലെ കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല. തൊലിയും പൂർണ്ണമായിട്ട് കളയേണ്ട ആവശ്യമില്ല. ആ മുള്ളു പോലെ കാണുന്നത് മാത്രം ഒന്ന് മുഴുവനായിട്ട് കളഞ്ഞു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് വെള്ളം കുറവാണെങ്കിൽ പീച്ചിങ്ങ കൂടെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കണം. പീച്ചിങ്ങ വേവുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അരവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് തേങ്ങ ചെരുവെടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം സൈസ് തേങ്ങ മുഴുവനായിട്ട് എടുത്തതുണ്ടാവും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരയ്ക്കുമ്പോൾ ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ അരയ്ക്കുക. പിന്നീട് അല്പാൽപ്പമായിട്ട് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ നേരം കൊണ്ട് നമ്മുടെ പീച്ചിങ്ങ നല്ലതുപോലെ വേവായിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് എരിവ് ആവശ്യമാണെങ്കിൽ അല്പാൽപ്പായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി അല്പാൽപ്പായിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പ് നോക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും പീച്ചിങ്ങൊക്കെ നല്ലതുപോലെ വേവായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത് തേങ്ങ കൂടെ ഒന്ന് തിളച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം. അതിനായിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ പകുതി മാത്രം മൂടി വെച്ച് വേവിക്കുക. അല്ലെങ്കിൽ ഈ തേങ്ങ തിളച്ച് മറിയാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഈ തേങ്ങയും തിളച്ച് നല്ല പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും എരിവും ഒക്കെ നല്ല പാകത്തിനുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ച് ചേർക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലെയിമിൽ ഓയാക്കി വെച്ചതിന് ശേഷം ഒരു 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് കളർ മാറി തുടങ്ങുമ്പോൾ ഒരു 5-6 ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി കളർ മാറി തുടങ്ങുമ്പോൾ ഒരു 2 അല്ലി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ താളിച്ചത് നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതുപോലെ ചോറിനൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം.